സ്പോർട്സ് മിനിസ്റ്റർ വി അബ്ദുറഹിമാൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, വേദിയിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിമാർ, KCയുടെയും BCCയുടെയും ഭാരവാഹികൾ, നമ്മുടെ ഈ അഭിമാനത്തിന് കാരണമായി മാറിയ രഞ്ജി ട്രോഫിയിലെ കേരള ടീം അംഗങ്ങൾ, മറ്റ് ബഹുമാന്യരെ, വളരെ അഭിമാനകരമായ നിമിഷമായിരുന്നു നമ്മളിപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത്. രഞ്ജി ട്രോഫിയിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ നമുക്ക് ചാമ്പ്യൻ പദവി നഷ്ടപ്പെട്ടു. യഥാർത്ഥത്തിൽ അങ്ങേയറ്റം ഒരു ഫോട്ടോ ഫിനിഷിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ക്ലോസായി കേരളത്തിൻ്റെ രഞ്ജി ട്രോഫി മത്സരം വീക്ഷിച്ചൊരു പൊതുപ്രവർത്തകൻ കൂടിയാണ് ഞാൻ. ഗുജറാത്തുമായുള്ള സെമി ഫൈനലിൽ ഒരു ഘട്ടത്തിൽ മനസ്സുകൊണ്ട് ഞാൻ കളി വിട്ടതാണ്. കാരണം ഇനി ജയിക്കാൻ സാധ്യതയില്ല എന്നായിരുന്നു വിനീഷ് ഫോണിൽ പറഞ്ഞത്. ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഇങ്ങോട്ടൊരു ഫോൺ വിനീഷിന് വന്നപ്പോൾ തോന്നി എന്തോ ഒരു പ്രോഗ്രസ് ഉണ്ട്. അപ്പോഴാണ് പറയുന്നത് സൽമാൻ നിസാറിന്റെ ഹെൽമെറ്റിൽ തട്ടി നമ്മൾ ജയിച്ചിരിക്കുന്നു 2 റൺസിന് എന്നുള്ളത്. അത് ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യമാണ്. ക്രിക്കറ്റ് ഇന്ത്യയിൽ പിറന്നത് എൻ്റെ നാട്ടിൽ നിന്നാണ്. വളരെ ചെറിയ പ്രായം മുതൽ ക്രിക്കറ്റ് രഞ്ജി ട്രോഫി മത്സരം കണ്ട ഒരാൾ കൂടിയാണ് ഞാൻ. പക്ഷെ ഇന്നിപ്പോൾ തലശ്ശേരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രഞ്ജി ട്രോഫി നടക്കുന്നില്ല, കോണർവെൽ സ്റ്റേഡിയത്തിലും രഞ്ജി ട്രോഫി നടക്കുന്നില്ല. കാരണം ഇന്നത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആ നിലയിൽ രഞ്ജി ട്രോഫി മത്സരം നടത്താൻ പാകത്തിലല്ല തലശ്ശേരിയിലുള്ളത്. ഏതായാലും ഈ അഭിമാനകരമായ നേട്ടം കേരളത്തിൽ ലഭിച്ചപ്പം അതിലെനിക്ക് സന്തോഷിക്കാൻ വകയുള്ളത് ആ ടൂർണമെന്റിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സൽമാൻ നിസാർ എൻ്റെ മുനിസിപ്പാലിറ്റിയിലും അക്ഷയ് ചന്ദ്രൻ എൻ്റെ നെയ്ബറുമാണ്. ഈ 2 പേർ ഉൾപ്പെടുന്ന കേരള ടീം ഈ വിജയം കരസ്ഥമാക്കിയത് ഏറ്റവും അഭിമാനകരമായ കാര്യം തന്നെയാണ്. അവർക്ക് ചിട്ടയായി പരിശീലനം നൽകിയ നമ്മുടെ കോച്ച് അമയ് ഖുറേഷിയും ടീമിനെ ചങ്കുറപ്പോടെ നയിച്ച ക്യാപ്റ്റൻ സച്ചിൻ ബേബിയെയും ടീം അംഗങ്ങളെയും ഞാൻ വളരെ അഭിനന്ദിക്കുന്നു. ഒപ്പം ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. നമ്മുടെ ഗ്രാജുവൽ ഗ്രോത്ത് ആണ് കേരളത്തിൻ്റെത്. ഒരു ഘട്ടത്തിൽ ക്വാർട്ടർ ഫൈനലിലെത്തി, ഇപ്പോൾ സെമി ഫൈനലിലെത്തി, പിന്നീട് ഫൈനലിലെത്തി. ഇനി അടുത്ത തവണ നമ്മൾ ഒത്തുകൂടുമ്പം അത് രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരായിട്ടുള്ള സ്വീകരണമായിരിക്കും എന്ന ശുഭാപ്തി വിശ്വാസം വേണ്ടിയിട്ടുള്ളത്. ടീമിന് വിജയം കരസ്ഥമാക്കാൻ പ്രവർത്തിച്ച ടീം അംഗങ്ങളെയും അവർക്ക് ചിട്ടയായി പരിശീലനം നൽകിയ കോച്ച് അമയ് ഖുറേഷിയും എല്ലാം കേരള നിയമസഭയ്ക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.